ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളിലൊന്ന് എന്ന് പറയാവുന്ന സുവിശേഷമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. അത് ആരംഭിക്കുന്നത് ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിലൂടെയാണ്. യേശു അവരെ ഫിലിപ്പിയുടെ കേസറിയായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാക്കുകളിൽ ലളിതമെങ്കിലും അതിരില്ലാത്ത വിധം ആഴമേറിയ ഒരു ചോദ്യം അവരോടവൻ ചോദിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം ഇവിടെ ശ്രദ്ധേയമാണ്. വിജാതീയ ആരാധനയുമായി ബന്ധപ്പെട്ടിരുന്ന സ്ഥലമാണ് കേസറിയ ഫിലിപ്പി. ആടിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള പാൻദേവനെ ആരാധിച്ചിരുന്ന പ്രസിദ്ധമായ ഒരു ഗുഹയും നീരുറവയും അവിടെ ഉണ്ടായിരുന്നു. മഹാനായ ഹെറോദേസ് രാജാവും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഫിലിപ്പും ചേർന്നാണ് ഈ നഗരം വികസിപ്പിച്ചത്. മനുഷ്യൻ്റെ അധികാരത്തെ പ്രഘോഷിക്കുന്ന ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും സ്മാരകങ്ങളും നിറഞ്ഞ സ്ഥലത്തിന് മുന്നിൽ നിന്നുകൊണ്ട് യേശു ചോദിക്കുന്നു, മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് ശിഷ്യന്മാരോടുള്ള ചോദ്യം മാത്രമല്ല, കാലാകാലങ്ങളോളം നമ്മോട് ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അവർ അവിടത്തേക്ക് പല ഉത്തരങ്ങൾ നൽകുന്നു. സ്നാപക യോഹന്നാൻ, ഏലിയ, ജെറമിയ, പ്രവാചകന്മാരിൽ ഒരുവൻ. അപ്പോൾ യേശു ചോദ്യം മാറ്റുന്നു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പരസ്പരം മത്സരിക്കുന്ന ശബ്ദങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് സോഷ്യൽ മീഡിയ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ, സെലിബ്രിറ്റികൾ, ഇൻഫ്ലുവൻസർമാർ, പരസ്യങ്ങൾ, ജനകീയ അഭിപ്രായങ്ങൾ, ശാസ്ത്രീയ അഭിപ്രായങ്ങൾ, വിനോദം, സ്വയം സഹായ തത്വചിന്തകൾ എന്നിവയ്ക്ക് നടുവിൽ ആ ചോദ്യം ഇന്നും അസാധാരണമാം വിധം പ്രസക്തമായി തുടരുന്നു. ഓരോ ശബ്ദവും നമ്മോട് പറയുന്നത് സന്തോഷം എന്താണെന്നും വിജയം എന്താണെന്നുമാണ്. എന്നാൽ ഈ ശബ്ദങ്ങൾക്കെല്ലാം നടുവിൽ നിന്നുകൊണ്ട് യേശു ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ക്രിസ്തുമതമെന്നത് ആത്യന്തികമായി ഒരു പ്രത്യയ ശാസ്ത്രം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അതൊരു വ്യക്തിയെ, ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതാണ്. മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരങ്ങളെല്ലാം ആദരണീയമാണ്. യേശു ഒരു കുറ്റവാളിയാണെന്ന് അവർ പറയുന്നില്ല. അവർ അവിടുത്തെ മഹത്വത്തെ നിഷേധിക്കുന്നില്ല. ഒരു പ്രവാചകനായും വിശുദ്ധനായും ആത്മീയ വ്യക്തിത്വമായും അവർ അവിടുത്തെ തിരിച്ചറിയുന്നു. എങ്കിലും അവ അപര്യാപ്തമാണ്. കാരണം യേശു വെറുമൊരു പ്രവാചകൻ മാത്രമല്ല. പ്രവാചകന്മാർ ദൈവവചനം പ്രഘോഷിച്ചു. യേശു മാംസമായി തീർന്ന വചനമാണ്. സ്നാപക യോഹന്നാൻ വഴിയൊരുക്കി, എന്നാൽ യേശുവാണ് വഴി. ഏലിയ വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചു. യേശു സൃഷ്ടിയുടെ നാഥനാണ്. ജെറമിയ ദൈവത്തിൻ്റെ സത്യം പ്രഘോഷിച്ചു, എന്നാൽ യേശു സത്യം തന്നെയാണ്. യേശു യഥാർത്ഥത്തിൽ ആരാണോ അതിൽ നിന്ന് താഴെ നിൽക്കുന്ന ഒന്നായി അവിടുത്തെ ചുരുക്കാൻ നാമം ശ്രമിച്ചേക്കാം എന്നതാണ് നമുക്കുള്ള അപകടം. ചില ആളുകൾക്ക് യേശു കേവലം ഒരു നല്ല ഗുരു, മറ്റുള്ളവർക്ക് ഒരു സാമൂഹിക പരിഷ്കർത്താവ്, മറ്റു ചിലർക്ക് ഒരു അത്ഭുത പ്രവർത്തകൻ, വേറെ ചിലർക്ക് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കുന്ന ഒരാൾ. എന്നാൽ സുവിശേഷം ആവശ്യപ്പെടുന്നത് അതിലും ആഴമേറിയ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയായി യേശുവിനെ ചുരുക്കാൻ കഴിയില്ല. നാം നന്നായി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരാൾ മാത്രമല്ല അവിടുന്ന് കർത്താവാണ്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് പത്രോസ് നൽകുന്ന ഉത്തരം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാണ്. ഈ ഏറ്റുപറച്ചിലിൽ നിന്നാണ് സഭ ജനിക്കുന്നത്. പത്രോസ് കേവലം യേശുവെ നീ ഒരു നല്ല ഗുരുവാണെന്നോ നീ ഒരു പ്രവാചകനാണെന്നോ അല്ല പറയുന്നത്. യേശുവിനെ ക്രിസ്തുവായും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായും അവൻ ഏറ്റുപറയുന്നു. അപ്പോൾ യേശു പത്രോസിനെ ശ്ലാഘിച്ചുകൊണ്ട് പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന്. സഭയുടെ വിശ്വാസം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. യേശു കേവലം ദൈവം അയച്ച ഒരാളല്ല, അവിടുന്ന് ദൈവപുത്രനാണ്. അവിടുന്ന് കേവലം ദൈവത്തിൻ്റെ സന്ദേശം വഹിക്കുന്ന ഒരു ദൂതനല്ല, അവിടുന്ന് ദൈവത്തിൻ്റെ നിത്യമായ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം ഈ രഹസ്യം വ്യക്തമാക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നീട് ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതാണ് ക്രിസ്തുമതത്തിൻ്റെ ഹൃദയം. ദൈവം മനുഷ്യരോട് സംസാരിക്കുക മാത്രമല്ല ചെയ്തത്, ദൈവം നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. പത്രോസിന്റെ ഏറ്റുപറച്ചിൽ കേവലം മാനുഷിക ബുദ്ധിയുടെയോ സൂക്ഷ്മമായ നിരീക്ഷണത്തിൻ്റെയോ വ്യക്തിപരമായ ഉൾക്കാഴ്ചയുടെയോ ഫലമല്ല. പത്രോസ് തീർച്ചയായും യേശുവിനോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ട്.
അവിടുത്തെ പഠിപ്പിക്കലുകൾ അവൻ കേട്ടിട്ടുണ്ട്, അത്ഭുതങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. അവിടുത്തെ അനുകമ്പ അവൻ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ അനുഭവങ്ങൾക്കൊന്നും തന്നെത്താൻ യേശുവിൻ്റെ അഗാധമായ വ്യക്തിത്വത്തെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ യേശു പത്രോസിനോട് പറയുന്നു, മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത് എന്ന്. മാംസവും രക്തവും എന്നതിലൂടെ യേശു സൂചിപ്പിക്കുന്നത് സാധാരണ മാനുഷിക വിവേകത്തെയാണ്. മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ ബുദ്ധിമാനോ കൂടുതൽ നിരീക്ഷകനോ കൂടുതൽ ആത്മീയ കഴിവുള്ളവനോ ആയതുകൊണ്ടല്ല പത്രോസ് ഈ ഏറ്റുപറച്ചിലിൽ എത്തിയത്. മനുഷ്യർക്ക് തങ്ങളുടെ സ്വന്തം ശക്തിയാൽ കണ്ടെത്താൻ കഴിയാത്തത് തിരിച്ചറിയാൻ പിതാവായ ദൈവം പത്രോസിന്റെ ഹൃദയം തുറന്നു. നമ്മുടെ സ്വന്തം വിശ്വാസത്തിന് ഇത് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ബൈബിൾ പഠിക്കാം, ദൈവശാസ്ത്രം വായിക്കാം, പ്രസംഗങ്ങൾ കേൾക്കാം, സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കാം. ഇവയെല്ലാം വിലപ്പെട്ടതും ആവശ്യവുമാണ്. ക്രിസ്തീയ വിശ്വാസം യുക്തിക്ക് എതിരല്ല. നമ്മുടെ ബുദ്ധിയെ ഉപേക്ഷിക്കാൻ സഭ നമ്മോട് ആവശ്യപ്പെടുന്നുമില്ല. എന്നിരുന്നാലും ബൗദ്ധികമായ അറിവിന് മാത്രം വിശ്വാസത്തിന്റെ പൂർണ്ണമായ പ്രവൃത്തി സൃഷ്ടിക്കാൻ കഴിയില്ല. ഇക്കാരണത്താൽ കേവലം ബൗദ്ധിക അന്വേഷണത്തിലൂടെ ക്രിസ്തുവിന്റെ പൂർണ്ണത കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. യുക്തിക്ക് വഴിയൊരുക്കാൻ കഴിയും. ദൈവത്തിലുള്ള വിശ്വാസം യുക്തിസഹമാണെന്നും സുവിശേഷം വിശ്വസനീയമാണെന്നും തിരിച്ചറിയാൻ അതിന് നമ്മെ സഹായിക്കാനാകും. ക്രൈസ്തവ വിശ്വാസത്തിന്റെ യോജിപ്പും സൗന്ദര്യവും മനസ്സിലാക്കാൻ അതിന് നമ്മെ സഹായിക്കാനാകും. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് ക്രിസ്തുവിന് സ്വയം സമർപ്പിക്കുന്നതിലേക്ക് നീങ്ങാൻ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വിശ്വാസം ആത്യന്തികമായി ഒരു ദാനമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അതിനാൽ സഭ അടിസ്ഥാനപരമായി ഒരു ദൈവിക വെളിപാടിന് ചുറ്റും കൂടി വന്നിരിക്കുന്ന ഒരു സമൂഹമാണ്. സഭ ക്രിസ്തുവിനെ കണ്ടുപിടിക്കുന്നില്ല, ക്രിസ്തു സഭയെ സൃഷ്ടിക്കുന്നു. ക്രിസ്തു തൻ്റെ ജനത്തെ വിളിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും വിശുദ്ധീകരിക്കുകയും അയക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് സഭ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസിന് ഇങ്ങനെ പറയാൻ കഴിയുന്നത്, ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് എന്ന്. ക്രിസ്തുവില്ലാത്ത സഭ കേവലം ഒരു സംഘടനയായി മാറുന്നു. ക്രിസ്തുവില്ലാത്ത ഇടവക കേവലം ഒരു സോഷ്യൽ ക്ലബ്ബായി മാറുന്നു. ക്രിസ്തുവില്ലാത്ത കത്തോലിക്കൻ കേവലം ഒരു സ്ഥാപനത്തിലെ അംഗമായി മാറുന്നു. ക്രിസ്തുവില്ലാത്ത തിരുനാൾ ഒരു ആത്മീയ ആഘോഷമല്ല, അത് കേവലം ഒരു സാമൂഹിക ഉത്സവമായി മാറുന്നു. ക്രിസ്തുവില്ലാത്ത തിരുനാൾ പ്രദക്ഷിണമായി മാറാം, പക്ഷേ തീർത്ഥയാത്രയായി മാറുകയില്ല. വെടിക്കെട്ടായി മാറാം, പക്ഷേ ഹൃദയത്തിൽ പ്രകാശമുണ്ടാവുകയില്ല. പന്തലായി മാറാം, പക്ഷേ ആത്മാവിന് അഭയമാവുകയില്ല. ഭക്ഷണമായി മാറാം, പക്ഷേ ആത്മാവിനെ പോഷിപ്പിക്കുകയില്ല. ജനക്കൂട്ടമായി മാറാം, പക്ഷേ വിശ്വാസികളുടെ കൂട്ടായ്മയായി മാറുകയില്ല. എന്നാൽ ക്രിസ്തു കേന്ദ്രബിന്ദുവാകുമ്പോൾ തിരുനാൾ ഒരു പരിപാടിയല്ല, അതൊരു വിശ്വാസാനുഭവമാണ്. ഒരു ആഘോഷമല്ല, ഒരു ആത്മീയ തിരിച്ചുവരവാണ്. ഒരു പാരമ്പര്യമല്ല, ക്രിസ്തുവുമായുള്ള ഒരു പുതുക്കിയ കൂടിക്കാഴ്ചയാണ്. അങ്ങനെ ക്രിസ്തു യഥാർത്ഥത്തിൽ കേന്ദ്രബിന്ദുവാകുമ്പോൾ സഭ ജീവിക്കുന്ന ഒരു രഹസ്യമായി മാറുന്നു. തുടർന്ന് യേശു നൽകുന്ന വാഗ്ദാനം ഇതാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. യേശു പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതുണ്ട്. എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. സഭ ആത്യന്തികമായി പത്രോസിന്റെ സഭയല്ല, ഒരു പുരോഹിതന്റെയോ മെത്രാന്റെയോ ജനങ്ങളുടെയോ സഭയല്ല. സഭ ക്രിസ്തുവിൻ്റെതാണ്. സഭ ആത്യന്തികമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന് നാം വീണ്ടെടുക്കേണ്ട ആദ്യത്തെ സത്യവും ഇതാണ്. നമുക്ക് തീർച്ചയായും ഉത്തരവാദിത്തങ്ങളുണ്ട്. പുരോഹിതൻ പഠിപ്പിക്കണം, വിശുദ്ധീകരിക്കണം. മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. മതബോധന അധ്യാപകർ പഠിപ്പിക്കണം. യുവജനങ്ങൾ സുവിശേഷവൽക്കരണം നടത്തണം. വിശ്വാസികൾ ശുശ്രൂഷ ചെയ്യണം. മെത്രാൻ അജപാലനം നടത്തണം. എന്നാൽ നമ്മുടെ എല്ലാ പ്രയത്നങ്ങൾക്കും പിന്നിൽ ക്രിസ്തു നിൽക്കുന്നു. വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. ചിലപ്പോൾ നാം നിരാശരാകാറുണ്ട്. ആളുകൾ സഭ വിട്ടുപോകുന്നു, യുവജനങ്ങൾ വരുന്നില്ല, കുടുംബങ്ങൾ ദൈവവിശ്വാസത്തിൽ നിന്ന് അകലുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിവാദങ്ങളുണ്ട്, ഭിന്നതകളുണ്ട്. എന്നാൽ യേശു പറയുന്നു, എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പീഡനങ്ങളെ അതിജീവിച്ചവളാണ് സഭ.
അവൾ നശിപ്പിക്കാൻ ശ്രമിച്ച ചക്രവർത്തിമാരെ അവൾ അതിജീവിച്ചു. പാഷണ്ഡതകളെ അവൾ അതിജീവിച്ചു. യുദ്ധങ്ങളെ അവൾ അതിജീവിച്ചു. ആഭ്യന്തര ഭിന്നതകളെ അവൾ അതിജീവിച്ചു. അംഗങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും അവൾ അതിജീവിച്ചു. കാരണം അവളുടെ അടിസ്ഥാനം കേവലം മാനുഷികമല്ല, അവളുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. യേശു തൻ്റെ വാഗ്ദാനം നമുക്ക് നൽകുന്നു. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. യേശു തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. തൻ്റെ സഭയ്ക്കുള്ളിൽ നേതൃത്വത്തിൻ്റെയും കാര്യവിചാരകത്വത്തിൻ്റെയും ദൃശ്യമായ ഒരു ശുശ്രൂഷ ക്രിസ്തു സ്ഥാപിക്കുകയാണ് ഇവിടെ. താക്കോലുകളുടെ ഈ പ്രതീകാത്മകത ദാവീദിന്റെ രാജ്യത്തിന്റെ രാജകീയ ഭരണവുമായി സുവിശേഷത്തെ ബന്ധിപ്പിക്കുന്നു. എന്നാൽ മനോഹരമായ ഒരു കാര്യം, ആളുകളെ പുറത്താക്കി വാതിലടയ്ക്കാൻ വേണ്ടിയല്ല താക്കോൽ നൽകിയിരിക്കുന്നത്, തുറക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ക്രിസ്തീയ അധികാരം അടിസ്ഥാനപരമായി ശുശ്രൂഷയാണ്. യേശു തന്നെ പറയും, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. ക്രിസ്തീയ ചോദ്യം ഒരിക്കലും എനിക്ക് എത്രമാത്രം അധികാരമുണ്ടെന്നതല്ല, മറിച്ച് ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം ഉപയോഗിച്ച് എനിക്ക് ആരെ ശുശ്രൂഷിക്കാൻ കഴിയും എന്നതാണ്. യേശു വീണ്ടും പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പഠിപ്പിക്കാനും ഭരിക്കാനും അനുരഞ്ജനം നടത്താനുമുള്ള സഭയുടെ ശുശ്രൂഷയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരമായ ഉത്തരവാദിത്വമാണ്! ദൈവത്തിൻ്റെ കരുണയിലേക്കുള്ള വാതിലുകൾ തുറക്കാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. കുംഭസാരം എന്ന കുദാശയെക്കുറിച്ച് ചിന്തിക്കുക. ഒരാൾ കുറ്റബോധവും ലജ്ജയും പരാജയവും പേറി വരുന്നു. പുരോഹിതൻ ഒരിക്കലും പറയുന്നില്ല, നിന്റെ കാര്യം തീർന്നുവെന്ന്. സഭ പറയുന്നു, മടങ്ങി വരിക, നിന്റെ പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. ക്ഷമിക്കാനുള്ള ശുശ്രൂഷ യേശു സഭയെ ഭരമേൽപ്പിച്ചു. അതുകൊണ്ടാണ് സഭ ഒരിക്കലും കുറ്റം വിധിക്കുന്ന ഒരു സമൂഹമായി മാറാൻ പാടില്ലാത്തത്. സഭ സത്യം പറയണം. അതെ, പാപത്തെ പാപമെന്ന് വിളിക്കണം. എന്നാൽ കരുണയില്ലാത്ത സത്യം ക്രൂരതയായി മാറുന്നു. സത്യമില്ലാത്ത കരുണ കേവലം വികാരമായി മാറുന്നു. സഭ രണ്ടും മുറുകെ പിടിക്കണം, ക്രിസ്തുവിൻ്റെ സത്യവും ക്രിസ്തുവിൻ്റെ കരുണയും. പ്രിയപ്പെട്ടവരെ, കേസറിയ ഫിലിപ്പിയിൽ നടന്ന വാഗ്ദാനങ്ങൾ എല്ലാം പൂർണ്ണമാകുന്നത് പെന്തക്കുസ്തായിലാണ്. കേസറിയായിൽ പത്രോസ് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു. പെന്തക്കുസ്തായിൽ പത്രോസ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. കേസറിയായിൽ യേശു തൻ്റെ സഭ സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിൽ നിന്നാണ് സഭ രൂപപ്പെടുന്നത്. എന്നാൽ പെന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിലൂടെ സഭ പരസ്യമായി വെളിപ്പെടുന്നു. കേസറിയായിൽ പത്രോസിന് താക്കോലുകൾ ലഭിക്കുന്നു. പെന്തക്കുസ്തായിൽ ജനതകളോടുള്ള രക്ഷയുടെ പ്രഘോഷണം പത്രോസ് തുറന്നു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സ്ഥാപിച്ച ഈ സഭയിൽ അംഗങ്ങളാകാൻ ഭാഗ്യം ലഭിച്ചതിന് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, വ്യക്തിപരമായി എനിക്ക് സഭ എന്താണെന്നാണ്. ഒരു 5 ചോദ്യങ്ങൾ നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. 1, ഞാൻ സഭയുടെ ഭാഗമാണോ, അതോ വെറുതെ പള്ളിയിൽ പോകുന്ന ആളാണോ? പങ്കെടുക്കുന്നതും ഭാഗമാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നാം മതപരമായ പരിപാടികൾ കാണാൻ പോകുന്ന ഒരു സിനിമയല്ല സഭ. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. 2, സഭയുടെ മാനുഷിക ബലഹീനതകൾ കാണുമ്പോഴും ഞാൻ സഭയെ സ്നേഹിക്കുന്നുണ്ടോ എന്നത്. ക്രിസ്തു തൻ്റെ മണവാട്ടിയെ സ്നേഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തക്കവണ്ണം ക്രിസ്തു അവളെ സ്നേഹിച്ചെങ്കിൽ അവളെക്കുറിച്ച് അലക്ഷ്യമായി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 3, ഞാൻ പടുത്തുയർത്തുന്നത് ഐക്യമാണോ അതോ ഭിന്നതയാണോ? പാലങ്ങൾ പണിയുന്ന ആളുകളും മതിലുകൾ പണിയുന്ന ആളുകളും എല്ലാ ഇടവകകളിലുമുണ്ട്. ഞാനിതിൽ ഏതാണ്? എൻ്റെ വാക്കുകൾ ഒന്നിപ്പിക്കുന്നുണ്ടോ അതോ ഭിന്നിപ്പിക്കുന്നുണ്ടോ? എൻ്റെ സാന്നിധ്യം സമാധാനമാണോ അതോ സംഘർഷമാണോ കൊണ്ടുവരുന്നത്? 4, എൻ്റെ ദാനങ്ങൾ ഞാൻ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? വിശുദ്ധ പത്രോസ് പറയുന്നു, ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ദാനമനുസരിച്ച് പരസ്പരം ശുശ്രൂഷിക്കുവിൻ. നിങ്ങളുടെ ദാനം നിങ്ങൾക്ക് മാത്രമായി നൽകപ്പെട്ടതല്ല, സ്വീകരിച്ച കൃപ പങ്കുവയ്ക്കാനുള്ള കൃപ കൂടിയാണ്. 5, എൻ്റെ ഇടവക ജീവിതത്തിൻ്റെ കേന്ദ്രം യഥാർത്ഥത്തിൽ ക്രിസ്തുവാണോ?
ക്രിസ്തുവിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴും സഭയിൽ തിരക്കുള്ളവരായിരിക്കാൻ സാധിക്കും. നമുക്കൊട്ടേറെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം, എന്നാൽ പ്രാർത്ഥന മറക്കാം. സഭാകാര്യങ്ങൾ ചർച്ച ചെയ്യാം, എന്നാൽ സുവിശേഷം മറക്കാം. നമ്മുടെ ഗ്രൂപ്പിനെ പ്രതിരോധിക്കാം, എന്നാൽ ഉപവി മറക്കാം. നമ്മുടെ അഭിപ്രായത്തിനു വേണ്ടി പോരാടാം, എന്നാൽ യേശുവിനെ മറക്കാം. സഭ എപ്പോഴും കേസറിയ ഫിലിപ്പിയിലെ ആ ചോദ്യത്തിലേക്ക് തിരികെ വരണം: ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.